സമാധാനം, ചർച്ച, നയതന്ത്രം കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലേ? എന്നാൽ ഇതൊക്കെ വെറും ഷോ ആണെങ്കിലോ? കഴിഞ്ഞ ആഴ്ച ഒമാനിലിരുന്ന് ഇറാനുമായി ചായ കുടിച്ച് വർത്താനം പറഞ്ഞ അതേ അമേരിക്ക ഇന്ന് ഇറാനെ മാപ്പിൽ നിന്ന് തന്നെ മായ്ക്കാൻ പ്ലാനിട്ട് കഴിഞ്ഞു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ടല്ല, യുദ്ധത്തിനുള്ള പടക്കപ്പലുകളാണ് ഇപ്പോൾ ഗൾഫിലേക്ക് ഒഴുകുന്നത്. മാറ്റർ സീരിയസ് ആണ്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ട്രംപ് ഒന്ന് കണ്ണിറുക്കിയാൽ ഇറാനെ അങ്ങ് പഞ്ഞിക്കിടാൻ അമേരിക്കൻ പട്ടാളം ഫുൾ സെറ്റായി നിൽക്കുകയാണ്. ഇതൊരു ഒന്നൊന്നര പ്ലാനാണ്. മുമ്പ് ചെയ്ത പോലെ ഒന്നോ രണ്ടോ മിസൈൽ വിട്ടുള്ള കളി അവസാനിപ്പിക്കാനല്ല ഇപ്പോൾ അമേരിക്ക നോക്കുന്നത്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ആക്രമണമാണ് അമേരിക്കയുടെ ലക്ഷ്യം. എക്സ്ട്രാ വിമാനവാഹിനി കപ്പലുകൾ, ബോംബറുകൾ, ഡിസ്ട്രോയറുകൾ ഇതെല്ലാം അങ്ങോട്ട് അയക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള സകല സന്നാഹങ്ങളും മിഡിൽ ഈസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയല്ലേ നയതന്ത്രജ്ഞർ തമ്മിൽ ന്യൂക്ലിയർ ഡീൽ ചർച്ച നടത്തിയതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എന്നിട്ടിപ്പോൾ എന്ത് പറ്റി എന്നുള്ള കാര്യം ട്രംപ് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പേടിപ്പിച്ചാലേ കാര്യം നടക്കൂ. അതായത് ഒരു കൈകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് തരും, മറു കൈകൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുകയും ചെയ്യും. ഇതാണ് ട്രംപിന്റെ ഒരു സമാധാന ശ്രമം എന്ന് പറയുന്നത്. ഇറാൻ തിരിച്ചടിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവിടുത്തെ എണ്ണപ്പാടങ്ങളിൽ തീ പടർന്നാൽ നമ്മുടെ പെട്രോൾ പമ്പിൽ തീ പിടിക്കുന്ന ഗതികേട് നമുക്കും ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. അമേരിക്കയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് ലോകം കാണുന്നുണ്ട്. സമാധാനം പറയാൻ വരുന്നവന്റെ കയ്യിലാണ് ഏറ്റവും വലിയ വടി എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. ഒരു കാര്യം ഉറപ്പ്, പണി പാളിയാൽ അനുഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരനാണ്. ന്യൂസ് ഡെസ്ക്.